ഹലോ ഗായ്സ്, ഇന്ന് ഒരു മൺഡേ ആണ്. അപ്പോൾ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വർക്ക് ഫ്രം ഹോമാണ് എടുത്തത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു പൈനാപ്പിൾ ടെപ്പാച്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഈ ബാൽക്കണിയിൽ നിന്നാൽ ഈ കാഴ്ചയെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ ഫോറസ്റ്റ് ഉണ്ട്. മിക്കവാറും കുറേ ചെറിയ ചെറിയ മാനുകളും ചെറിയ മുയലും അണ്ണാനും പിന്നെ കുറേ കിളികളൊക്കെ ഇതികൂടെ ഓടി പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടെ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മരത്തിലും കിളിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കൂടുകളൊക്കെ കൊണ്ടുവച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ കിളികൾക്ക് തീറ്റയും വെക്കാറുണ്ട് കേട്ടോ. കാരണം മഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ കിളികൾക്ക് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ എല്ലാ അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ പ്രകൃതി സ്നേഹികളാണ്. എല്ലാവരും കിളികൾക്ക് തീറ്റ വെച്ച് കൊടുത്തോളൂ. ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ സ്പ്രിങ് ആവും തോറും കുറേ പച്ചപ്പ് കൂടി വരും. കുറേ പൂക്കളുണ്ടാവും. താഴെയൊക്കെ നോക്കിയാൽ അറിയാം കുറേ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വരുന്ന വീഡിയോസിൽ കാണാം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ ടെപ്പാച്ചെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നും അതേപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. വായോ. എന്താണ് ഞാനേ കഴിഞ്ഞ ദിവസം ഒരു വാറ്റുണ്ടാക്കി വെച്ചായിരുന്നു, അതെടുക്കുക. വാറ്റോ? അതെ, വാറ്റ്. നല്ല നാടൻ പൈനാപ്പിൾ വാറ്റ്. നല്ല മണം വരുന്നുണ്ടല്ലേ? വല്ലാതെ. സാധനം നല്ല അടിപൊളിയായിട്ട് ഫെർമെന്റഡ് ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുക്കാം. ഇത് ഇളക്കാൻ ഒരു സ്പൂൺ എടുത്തിട്ട് വരാം. നല്ല മണം വരുന്നുണ്ട് കേട്ടാ ഇതിനകത്തുനിന്ന്. 3 ദിവസം മുമ്പ് നമ്മളൊരു പൈനാപ്പിൾ മുറിച്ചപ്പം അതിനകത്തുനിന്ന് ബാക്കി വന്ന തൊലീൻ്റെ പീസൊക്കെയാണ് നമ്മൾ ഈ ടെപ്പാച്ച ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇത് ഭയങ്കര എളുപ്പമാട്ടോ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ശർക്കരയും പിന്നെ ഒരു പട്ട, കുറച്ച് ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം, അത്രയും മാത്രം ഇട്ടാൽ മതി. നമ്മൾ എന്നിട്ടൊരു 3 ദിവസം ഒരു ഇരുട്ടുള്ള മുറിയിൽ ഒരു സ്ഥലത്ത് ഇത് അടച്ചു വയ്ക്കാം, ഒരു തുണിയിട്ട് കെട്ടിയിട്ട്. ഇനി ഇത് ഒരു ദിവസം കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വരും. അപ്പം ഇന്നാളെ കാണാം. ഇത് ഞാൻ ഇന്നലെ മറ്റേ ജാറിൽ നിന്ന് ഊറ്റിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണേ. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം. നമുക്കിത് ആദ്യം കെട്ടിയോന് കൊടുത്ത് പരീക്ഷിക്കാം. ഞാൻ കുടിക്കാം. നീ തന്നെ ടേസ്റ്റ് ചെയ്തോളൂ. Amazing, really amazing.
നിങ്ങക്ക് കുടിച്ചോ? അപ്പൊ ഇവരോട് ബൈ ബൈ പറഞ്ഞു. അടിപൊളി സാധനം. അപ്പൊ ഇത് കുടിക്കട്ടെ. അടുത്ത വീഡിയോ കാണാം. ബൈ.